ഞാനെന്നേ പറഞ്ഞതല്ലേ നിന്നോട് ആ മാർബിൾ ലാൻഡിലൊന്ന് പോയി നോക്ക്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. ഓട്ടോ വിളിച്ച യാത്രക്കാരൻ ബേക്കറി ഉടമയെയും ഓട്ടോ ഡ്രൈവർമാരെയും കബളിപ്പിച്ച് അതിവിദഗ്ധമായി മുങ്ങി. താനാളൂരിലെയും വൈലത്തൂരിലെയും ഓട്ടോ ഡ്രൈവർമാരാണ് കബളിപ്പിക്കപ്പെട്ടത്. വൈലത്തൂരിലെ ഓട്ടോ ഡ്രൈവർമാർ പോലീസിൽ പരാതി നൽകി. താനാളൂരിൽ നിന്നും വൈലത്തൂരിലേക്ക് ട്രിപ്പ് വിളിച്ച യാത്രക്കാരൻ താനാളൂർ ചുങ്കത്തെ ബേക്കറി ഉടമയെയും ഓട്ടോ ഡ്രൈവർമാരെയും കബളിപ്പിച്ച് കടന്നു കളഞ്ഞു. താനാളൂർ ടൗണിൽ നിന്നും ഈ ഹാരിസിന്റെ ഓട്ടോ വിളിച്ച യാത്രക്കാരൻ താനാളൂർ ചുങ്കത്തുള്ള സൈൻ ബേക്കറിയിൽ നിന്നും 3000 രൂപയുടെ ബേക്കറി സാധനങ്ങൾ ഓർഡർ ചെയ്ത ശേഷം അല്പം ബേക്കറി സാധനങ്ങൾ വാങ്ങി ഓട്ടോയിൽ തന്നെ വൈലത്തൂരിലേക്ക് മടങ്ങുകയായിരുന്നു. വൈലത്തൂർ അങ്ങാടിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം നിർത്തി ഉടൻ വരാമെന്ന് പറഞ്ഞ് യാത്രക്കാരൻ ഇറങ്ങി. ഏറെ നേരം കാത്തുനിന്നെങ്കിലും യാത്രക്കാരൻ തിരികെ വന്നില്ല. യാത്രക്കിടെ ഹാരിസിൽ നിന്നും ചില്ലറയില്ലെന്ന് പറഞ്ഞ് 500 രൂപയും കൈപ്പറ്റി. 1 മണിക്കൂറധികം സമയമായതോടെയാണ് താൻ വഞ്ചിക്കപ്പെട്ടതായി ബോധ്യപ്പെട്ടത്. 6ാമത്തെ ഗ്യാപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ആ സമയത്ത് ഒഴൂർ റോട്ടിൽ നിന്ന് ഒരാൾ വന്ന് വണ്ടി വിളിച്ചു, വൈലത്തൂർ പോയി വരണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇവിടെ മറ്റേ ക്യാപ്പിലെ സിസ്റ്റം ഇല്ല, ഫ്രണ്ടിൽ നിന്ന് പോണ സിസ്റ്റം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ കയറി നമ്മൾ പോകാറുണ്ട്. അങ്ങനെ ചുങ്കത്ത് സെയിൻ ബേക്കറിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി നിർത്തി. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എന്തോ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ കയറി. എന്നോട് അപ്പം തന്നെ പറഞ്ഞിരുന്നു വണ്ടി വൈലത്തൂർ ഒരു 5 മിനിറ്റ് നിർത്തണം, തിരിച്ചിങ്ങോട്ട് തന്നെ വരാനുള്ളതാണെന്ന്. അങ്ങനെ വൈലത്തൂർ കടുങ്ങാത്തോണ്ട് റോട്ടിൽ ഡിസ്പെൻസറി ഉണ്ടല്ലോ, അവിടെ വണ്ടി സൈഡാക്കാൻ പറഞ്ഞു. ഇയാൾ എന്നോട് പറഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഇയാൾ പോയി. അതിന് ശേഷം ഞാൻ അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും ആളെ കണ്ടില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു കടയുണ്ട്, സിമെൻറ്റിൻ്റെ കടയുണ്ട്. ആ കടക്കാരനോട് എൻ്റെ നമ്പർ കൊടുത്തു. ഇനി ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളിലും വന്നിട്ട് വരാതിരുന്നതാണോ ഞാൻ പോയിക്കണമെന്ന് പറയാനും വേണ്ടിയിട്ട് അവിടെ നമ്പറും കൊടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു ഈ സെയിൻ ബേക്കറിയിൽ വന്നു. സെയിൻ ബേക്കറിയിൽ വന്നപ്പോൾ 3000 രൂപേൻ്റെ സാധനം ഇയാൾ ഓർഡർ ചെയ്തിട്ട് അവിടെ വാങ്ങി വെച്ചിരിക്കണേ. അതിന് ശേഷം പിന്നെ 250 രൂപേൻ്റെ സാധനം ഇയാൾ കയ്യിൽ വാങ്ങുകയും ചെയ്തു. അതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഞാൻ കബളിപ്പിക്കപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലായത് എനിക്ക്. ബേക്കറിയിലെത്തി കാര്യം പറഞ്ഞതോടെയാണ് ബേക്കറി ഉടമയും കബളിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞത്. അന്ന് ഓട്ടോയിൽ ഒരാൾ വന്ന്, ഓട്ടോ ഡ്രൈവർ ആളും കൂടി വന്നിട്ട് ഇവിടെ നേരെ ഷോപ്പിൽ വന്നിട്ട് ആൾ ഓർഡർ ചെയ്ത്, ഫസ്റ്റ് ഓർഡർ ചെയ്യേണ്ടായത് ഒരു 3000 രൂപേൻ്റെ സാധനം ഓർഡർ ചെയ്ത്. അതിനുശേഷം ഒരു മിൽക്ക് പേട എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു 450 രൂപ വില വരുന്ന സാധനം. അതിൽ നിന്ന് ഒരു 1 കിലോ മേടിച്ചിട്ട് അയാൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോവുണ്ടായത്. പിന്നെ 1 മണിക്കൂറിന് ശേഷം ഓട്ടോ ഡ്രൈവർ വന്നിട്ട് നമ്മൾ റിട്ടേൺ ചോദിച്ചതാണ്, എന്താണ് ആളെ വല്ല വിവരം ഉണ്ടാ, എന്നെ പറ്റിച്ചിട്ടുണ്ട്, നിങ്ങൾ ക്യാഷ് കിട്ടിയെന്ന് വന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിത് കബളിപ്പിച്ചാന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം പബ്ലിഷ് ചെയ്തിരുന്നു. അതിനുശേഷം വലിയ പ്രൂഫൊന്നും കിട്ടിയിട്ടില്ല. വളരെ മാന്യമായാണ് യാത്രക്കാരൻ പെരുമാറിയതെന്നും ഒരു സംശയത്തിനും ഇട നൽകിയില്ലെന്നും ആരിസ് പറഞ്ഞു. വൈലത്തൂരിലെത്തിയ ശേഷം മറ്റൊരു ഓട്ടോ ഡ്രൈവറെയും ഇതുപോലെ കബളിപ്പിച്ചാണ് ബിരുദൻ മുങ്ങിയത്. നമ്മളെ താന്നൂർ റോട്ടിൽ നിന്ന് ആ ബിസ്കറ്റ് പാലസിൻ്റെ അവിടെ ഒരാൾ ഇറങ്ങി വന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് വന്നു പറമ്പക്കാന്ന് അറിഞ്ഞുകൊണ്ട് വിട്ട്. അങ്ങനെ പോണ വഴിക്ക് മെഡിക്കൽ ഷോപ്പിലും കയറി, പിന്നെ ഒരു ഹോസ്പിറ്റലും കയറി വന്നു പറമ്പിൽ. അങ്ങനെ അവിടുന്ന് പോകുമ്പോൾ എന്നോട് ചായ വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ച് നല്ല സൗഹാർദ്ദ നിലക്കാണ് സംസാരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു 1500 രൂപ മൂപ്പര് കൈപ്പറ്റും ചെയ്ത്. അപ്പോൾ മൂപ്പരൊക്കെ ചില്ലാറില്ല, 2000-ൻ്റെ നോട്ടാണ്. എനിക്കിത് കാണിച്ചു തരുന്നുണ്ട് അവിടെ വെച്ചാന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് ടയർ കംപ്ലൈൻ്റ് ആയിട്ട് അതിന് പൈസ എടുത്ത് തന്ന്. അപ്പോൾ ഞാൻ പൈസ വേണ്ടക്ക് ബാക്കി തരാനില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് വന്നു പറമ്പിൽ കൊണ്ടുപോയിട്ട് എന്നെ നിർത്തിയത്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞ്. അങ്ങനെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഇരുന്നപ്പോൾ എന്നെ കൈയൊട്ടി വിളിച്ച്. നമ്മളെ തെയ്യാല റോട്ടിൽ നിന്ന് വന്നു, പറമ്പ് തെയ്യാല റോട്ടിൽ നിന്ന്. ആ 10 മിനിറ്റ് അറിയുമ്പോൾ ഞാൻ 20 മിനിറ്റ് വരെ കാത്തുനിന്ന്. 20 മിനിറ്റ് കാത്തുനിന്ന് കാണാതായപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മൊത്തം നടന്നു നോക്കി. മൂപ്പരെ കാണാനില്ല. മൂപ്പരെ പിന്നൊക്കെ മനസ്സിലായത് ആളിനെ പറ്റിച്ചതാണ്, നമുക്കിട്ട് പണി എന്നാന്നുള്ളത്. മൂപ്പര് ഇവിടെ പോയ ഓട്ടോ ഡ്രൈവറാണ്, കരിങ്കപ്പാറ പേര എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ ഇതാക്കി. പക്ഷേ മൂപ്പര് സംസാരം കാര്യങ്ങളൊക്കെ അത്ര നല്ലൊരു ഇതിലായിരുന്നു. ഭക്ഷണം വേണോ ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ ആരായാലും വിട്ടുപോകും, നമ്മൾ വിട്ടുപോയി. അങ്ങനെ വൈലത്തൂർ വന്നതിൻ്റെ രസമാണ് പിന്നെ സിനൂസിൽ നിന്ന് പൈസ പറ്റിച്ച് പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ക്യാമറയിൽ ആളെ കാണിച്ചു തന്നു. അപ്പോൾ ആളെ സംഭവം. ബേക്കറിയുടെ CCTV-യിൽ ഓട്ടോ വിളിച്ച ആളുടെ ദൃശ്യം കാണുന്നുണ്ട്. ചെറിയ തുകകളാണ് നഷ്ടമായതെങ്കിലും ഇയാൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് പതിവാക്കിയ ആളാണോ എന്ന സംശയത്തിലാണ് നാട്ടുകാർ. വൈലത്തൂരിലെ ഓട്ടോ ഡ്രൈവർമാർ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്.